നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൈൻമാസ്റ്റർ എന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് കൈൻമാസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രൊജക്ട്സാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണിത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ മുകളിലായിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ആസ്പെക്റ്റ് റേഷ്യോ എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ മോഡ് ഏതാണോ അതിനനുസരിച്ച് നമ്മളിവിടെ റേഷ്യോ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് ടൈപ്പുള്ള വീഡിയോ ആണ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 16:9 എന്ന് പറയുന്ന ഈ ഒരു മോഡാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം അതുപോലെ യൂട്യൂബ് ഷോർട്സൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 9:16 എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ആ ഒരു രീതിയിലുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ 9:16 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഇവിടെ താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം. ദെൻ നമ്മൾ ഇതുപോലുള്ള ഇൻ്റർഫേസിൽ വരും. സോ ഇവിടെ നമ്മൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ളത് ആ ഒരു വീഡിയോ ഫോൾഡറിൽ നിന്ന് സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ഏത് ഫോൾഡറിലാണോ ആ വീഡിയോ ഉള്ളത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ക്യാമറ എന്ന ഫയൽ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇതിൽ നിന്ന് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ആ ഒരു വീഡിയോ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഇൻറ്റു ബട്ടണിൽ. ദെൻ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കി കിട്ടാൻ നമ്മൾ മുകളിലുള്ള ആ ഒരു ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഇതുപോലുള്ള ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീങ്ങി കിട്ടും. ദെൻ ടൈം ലൈനിന് നീക്കാൻ കഴിയും. ദെൻ നമ്മൾ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുകളിലുള്ള മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു ഫയലിൽ നിന്ന് നമുക്ക് ഏതൊരു വീഡിയോ ആണോ വേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ വരും. ദെൻ ഞാനിവിടെ ഒരു 2-3-4 ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ദെൻ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഇവിടെ ഇങ്ങനെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 5-6 വീഡിയോസ് ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് മ്യൂസിക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓഡിയോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഫോൾഡറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഓഡിയോ ഏത് ഫോൾഡറിലാണോ ഉള്ളത് ആ ഒരു ഫോൾഡറിൽ പോയിട്ട് ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഓഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റിൽ കാണുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഓഡിയോ താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വീഡിയോസ്
അല്പം ഷോർട്ടാക്കേണ്ടതുണ്ട്. ഓരോ ക്ലിപ്പും നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് ബാക്കി കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു വീഡിയോ ആണ് കട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, ടൂൾസ് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ മുകളിൽ കാണുന്ന ട്രിം എന്ന ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ട്രിം ലെഫ്റ്റ്, റൈറ്റ്, സ്പ്ലിറ്റ് എന്ന് പറയുന്ന. ഇവിടെ നമുക്ക് ട്രിം ലെഫ്റ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ബാറിൻ്റെ റെഡ് ടൈം ബാറിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള ഭാഗം കട്ടായി പോകും. ഇനി റൈറ്റ് ആണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ റൈറ്റ് ഭാഗം കട്ടായി പോകും. ഇനി സ്പ്ലിറ്റാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ 2 ഭാഗങ്ങളായിട്ട് വേർപിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാനിവിടെ ട്രിം ലെഫ്റ്റ് എന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ലെഫ്റ്റ് ഭാഗത്തുള്ള ഭാഗം കട്ടായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിം റൈറ്റ് കൊടുക്കാം. അതിന് ബാറ് അല്പം നീക്കിയിട്ട് റൈറ്റ് ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ട്രിം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സോ റൈറ്റ് ഭാഗം കട്ടായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് എന്ന ഭാഗം പ്രസ് ചെയ്യാം. ദെൻ ഈ ഒരു വീഡിയോ 2 ഭാഗങ്ങളായി വേർപെട്ടിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഓപ്ഷനും കൂടിയുണ്ട്, സ്പ്ലിറ്റ് ആൻഡ് ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ അൺഡു അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ള അൺഡു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്രീസ് എന്ന് പറയുന്ന ആ ഒരു സ്പ്ലിറ്റ് ആൻഡ് ഫ്രീസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ക്രീൻഷോട്ട് അടിച്ചതുപോലെ. അപ്പോൾ ആ ഒരു ഭാഗം ഒരു പിക്ചറായിട്ട് ഈ 2 ഭാഗത്തിന് നടുവിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 2 വീഡിയോക്ക് നടുവിലായിട്ട് ആ ഒരു ഭാഗം ഒരു പിക്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് നമുക്ക് അൺഡു അടിക്കാൻ ലെഫ്റ്റിലെ അൺഡു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു വീഡിയോസൊക്കെ ഇതുപോലെ ട്രിം ചെയ്ത് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് മറ്റൊരു എളുപ്പവഴി എന്ന് പറയുന്നത് ട്രിം എന്ന ടൂൾ എടുക്കാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെലക്ഷൻ ബാറിൻ്റെ ഒരറ്റം ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇരുഭാഗവും നമുക്ക് ആവശ്യമുള്ള അത്ര ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാവുന്നതാണ്. ദെൻ ഇതുപോലെ ഞാൻ മറ്റുള്ള വീഡിയോസും ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലേ ബട്ടൺ, റൈറ്റ് സൈഡിലുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു എഫക്റ്റ് കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോ വീഡിയോ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മാറുന്ന ഭാഗത്ത് മറ്റ് ഒരു വീഡിയോ നിന്ന് നെക്സ്റ്റ് വീഡിയോയിലേക്ക് ചാടുന്ന സമയത്ത് ആ ഒരു ചാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്, ഒരു എഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 2 വീഡിയോക്ക് ഇടയിലുള്ള ആ ഒരു മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു എഫക്ട്സ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, ട്രാൻസിഷൻ എഫക്റ്റ്. സോ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത വീഡിയോക്ക് ഇടയിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അവിടെയും ഇതുപോലെ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം എല്ലാ വീഡിയോസിനും ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. സോ ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്ക്രീന് ബിഗ് സ്ക്രീൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അല്പം വലുതായി വന്നിട്ടുണ്ട്. സോ നമുക്ക് പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. ഓരോന്നിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ചേഞ്ച് വരുത്തി ബാക്ക് അടിക്കാവുന്നതാണ്. ദെൻ നമ്മൾ ഇനി കട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സേവ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെഷനാണ്. ഇവിടെ നമ്മൾ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴെയുള്ള റെഡ് ബാർ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹൈയിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ സൈസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമുക്ക് ഇതൊരു ഏകദേശം മീഡിയം ഒരു സൈസിൽ കൊടുക്കാം, എങ്കിലും ക്ലിയർ ഉണ്ടാവും. ഇതാണ് നോർമലായിട്ടുണ്ടാകുന്ന ഒരു സൈസ് എന്ന് പറയുന്നത്. സോ ദെൻ നമുക്ക് സേവ് ആസ് വീഡിയോ എന്ന് പറയുന്ന ഈ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആണ് സേവ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. സോ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിൽ പോയി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ദെൻ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഒരുപാട് ടൂൾസും എഫക്ട്സും ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളിവിടെ ബേസിക് മാത്രമേ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് ഫീച്ചേഴ്സും ഇതിൽ ഈ ഒരു കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോസുകളിലായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.